വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 50 ദിവസം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് നിരവധി നാടകീയ മുഹൂർത്തങ്ങളിലൂടെയാണ് ഷോ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒട്ടനവധി സംഭവവികാസങ്ങളും വീടിനുള്ളിൽ നടന്നു കഴിഞ്ഞു. അതിലൊന്നായിരുന്നു സീസൺ തുടങ്ങി ആദ്യത്തെ ആഴ്ചയിൽ തന്നെ എവിക്ഷനിലൂടെ മത്സരത്തിൽ നിന്നും പുറത്തായ രതീഷ് കുമാർ വീട്ടിൽ തിരികെ എത്തിയത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിലാണ് രതീഷ് കുമാർ വീട്ടിനുള്ളിലേക്ക് വീണ്ടും റീ എൻട്രി നടത്തിയത്. എന്നാൽ രതീഷ് വൈൽഡ് കാർഡ് ആണോ ചാലഞ്ചർ ആണോ എന്നതൊന്നും ബിഗ് ബോസ് ടീം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. കുറച്ചു ദിവസം ഹൗസിൽ രതീഷ് കാണുമെന്നും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കറിയാൻ ഒരു തോൾ വേണമെന്ന് തോന്നുകയാണെങ്കിൽ രതീഷിനെ സമീപിക്കാമെന്നുമാണ് മോഹൻലാൽ രതീഷ് ഹൗസിലേക്ക് തിരികെ വന്ന ശേഷം സംസാരിക്കവേ പറഞ്ഞത്. എന്നാൽ വീക്കെൻഡ് എപ്പിസോഡ് അവസാനിച്ചതോടെ രതീഷ് വീണ്ടും ഗെയിം ആരംഭിച്ചു എന്നാണ് ലൈവിൽ നിന്നും വ്യക്തമാക്കുന്നത്. മുമ്പുണ്ടായിരുന്ന ഗെയിമിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് രണ്ടാം വരവിൽ രതീഷ് കളിക്കുന്നത്. നേരത്തെ വളരെ ഉച്ചത്തിൽ സംസാരിച്ചും ആവശ്യമുള്ളതും അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ടുമാണ് രതീഷ് ഹൗസിൽ നിന്നിരുന്നത്. എന്നാൽ രണ്ടാം വരവിൽ അതെല്ലാം നിന്നും മാറി ഗെയിമിൽ മിതത്വം പാലിച്ച് ടാർഗറ്റ്, പ്രവോക്കിംഗ് എന്നിവ ചെയ്യേണ്ട രീതിയിൽ ചെയ്താണ് രതീഷ് മുന്നോട്ട് പോകുന്നത്. താരം ആദ്യം ലക്ഷ്യം വെച്ചിരിക്കുന്നത് എല്ലാവരുടെയും നോട്ടപ്പുള്ളികളായ ഗബ്രിയെയും ജാസ്മിനെയുമാണ്. ഹൗസിൽ വന്ന് 2 ദിവസം പിന്നിട്ടപ്പോൾ മുതൽ ലവ് ട്രാക്ക് കളിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന 2 പേരാണ് ജാസ്മിനും ഗബ്രിയും. ഇവരുടെ കോംബോയെ വെറുക്കുന്ന പ്രേക്ഷകരാണ് ഏറെയും. വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞാൽ പതിവ് പോലെ ലവ് ട്രാക്കുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയും കരച്ചിലും ഗബ്രിയും ജാസ്മിനും നടത്തുക പതിവുമാണ്. അതിന് മുന്നോടിയായാണ് ഇരുവരും ഒരുമിച്ചിരുന്നുള്ള സംസാരം ആരംഭിച്ചത്. അത് ശ്രദ്ധയിൽപ്പെട്ട രതീഷ് ഉടൻ തന്നെ ഇരുവർക്കും സമീപം വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇരുവരും ഒരുമിച്ചിരുന്ന് കണ്ടന്റ് കൊടുക്കുന്ന രീതി ഒഴിവാക്കാനും ഇരുവരെയും അകറ്റാനും രതീഷ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ജാസ്മിനുമായി ഹാളിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഗബ്രിയെ പ്രവോക്ക് ചെയ്യുന്ന രതീഷിന്റെ വീഡിയോയാണ് വൈറലാകുന്നത്. എന്നാൽ ഗബ്രിയെ പരമാവധി പ്രവോക്ക് ചെയ്യാൻ രതീഷ് ശ്രമിക്കുന്നുണ്ടെങ്കിലും തനിക്ക് സംസാരിക്കാനോ രാത്രിയിൽ അടിയുണ്ടാക്കാനോ താല്പര്യമില്ലെന്നായിരുന്നു ഗബ്രിയുടെ മറുപടി. ഗബ്രി കലിപ്പിലാണെന്നും പിന്നെ സംസാരിക്കാമെന്നും പറഞ്ഞു ജാസ്മിൻ അവിടെ നിന്നും രതീഷിനെ പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലം കാണുന്നില്ല. വീഡിയോ വൈറലായതോടെ രതീഷിന്റെ ഗെയിം ഓണായി എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ രതീഷിന്റെ കൂടുതൽ കളികൾ കാണാമെന്ന് തന്നെയാണ് പ്രേക്ഷക പ്രതീക്ഷയും. അതേസമയം 19 മത്സരാർത്ഥികളുമായി മാർച്ച് 10 ആരംഭിച്ച ഷോയിൽ നിലവിൽ 17 പേരാണ് ഉള്ളത്. വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ അഭിഷേകാണ് ഷോ 50 ദിവസം പിന്നിട്ടപ്പോൾ പ്രേക്ഷക വിധി പ്രകാരം പുറത്തായത്. 21 ദിവസങ്ങൾക്ക് ശേഷമാണ് അഭിഷേക് ഷോയിൽ നിന്നും പുറത്തു പോകുന്നത്. വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ അഭിഷേകിന്റെ കടന്നുവരവ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. തുടക്കത്തിൽ പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് അഭിഷേകിന് ക്യാമറ സ്പേസ് കുറയുകയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.